പൊട്ടിക്കരയുന്ന അക്ബറിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അക്ബറിൻ്റെ 10 പാവകൾ ആരോ അടിച്ചു മാറ്റി. അപ്പോൾ അക്ബറിന് ആരാണെന്നത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അക്ബർ ഇനി എവിടെയെങ്കിലും അത് മറന്നു വെച്ചതാണോ എന്നറിയാൻ വേണ്ടി അക്ബറിൻ്റെ ബെഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബെഡിൽ നോക്കുന്ന സമയത്ത് ഷാനവാസ് ഇത് പറയുന്നുണ്ട്, ആദില ഇങ്ങോട്ട് കയറി വന്നായിരുന്നുവെന്ന്. അങ്ങനെ ആദിലെ ആണോ എടുത്തതെന്ന് സംശയം വന്ന അക്ബർ നേരെ ആദിലയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആദിലയോട് ചോദിക്കുന്നു. ആദിലയും നൂറയും അനുമോളും അവിടെ ഇരിപ്പുണ്ട്. അനുമോൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, കാരണം രാവിലെ അക്ബർ അനുമോളെ ഉപദ്രവിച്ചതാണല്ലോ. അതുകൊണ്ട് അനുമോൾ മൈൻഡ് ചെയ്യുന്നില്ല. ആദിൽ പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് അക്ബറിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഗാർഡൻ ഏരിയയിലെ ആ ഒരു ഊഞ്ഞാലിൽ വന്നിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു അക്ബറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവരാരും കട്ടെടുക്കില്ല എന്ന് പറഞ്ഞതല്ലടാ, പിന്നെ ഇവരെന്തിനാണ് കട്ടെടുത്തത്, ഇത് ഫെയർ അല്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. അക്ബർ അങ്ങനെ കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ബാക്കി ആരെങ്കിലുമൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഡ്രാമയാണ്, ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുക, അതിൻ്റെ ഒരു സ്പിരിറ്റിൽ എടുക്കുക എന്നൊക്കെ പറയുന്ന ആളാണ് ഇപ്പോൾ ഈ കിടന്ന് കരയുന്നത്. അനുമോളും അക്ബറും ഒക്കെ ഈ ഒരു ഗെയിമിൻ്റെ ഇടയിൽ കിടന്ന് കരയുന്നത് യാതൊരു അർത്ഥമുള്ള കാര്യമല്ല. കാരണം ഈ ഗെയിമിൻ്റെ അകത്ത് മോഷണം നടന്നേക്കാം എന്ന ഒരു സൂചന ബിഗ് ബോസ് തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ കരയുന്നതിൽ അർത്ഥമില്ല. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.